കള്ളന്മാര്, കൊലപാതകള്, ഇവർക്കൊക്കെ സെൻട്രൽ ജയിലിൽ നിന്ന് പരോള് കിട്ടണമെങ്കിൽ ഹോം സെക്രട്ടറിക്ക് ഞാനൊരു കത്തെഴുതി കൊടുത്താൽ മതി ഇത്രേ. അതുപോലെ MLA റോഡിന് എന്റെ ഒരു കത്ത് മതിയെന്ന്. നിന്റെ കത്തിന് വന്നൊരു വിലേ. വീട്ടിൽ എന്റെ പെട്ടിയില് 100 കണക്കിന് കത്തുകൾ കിടപ്പുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എന്തിനാ എന്നിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എടുത്ത് കത്തിച്ചു കളഞ്ഞൂടെ? വരട്ടെ. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അവരക്ഷരം പഠിച്ചു കഴിയുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് ഓരോന്നോരോന്നായിട്ട് വായിക്കണം. അതൊക്കെ മനസ്സിലിരിക്കുള്ളൂ. ഇനി അവിടെ വന്ന എന്റെ ആദ്യത്തെ ജോലി അതൊക്കെ എടുത്ത് കത്തിക്കില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ഇതുപോലെ പരോള് കൊടുക്കാനും MLA റോഡ് ഉണ്ടാക്കാൻ ആൾക്കാർ വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നെ കൊണ്ടുപോവില്ല അങ്ങോട്ട്. അപ്പുറത്തേക്ക് വന്ന ആൾക്കാരെ ഒന്ന് പറഞ്ഞേച്ചേ. വളരെ അത്യാവശ്യക്കാരെ മാത്രമേ ഞാൻ ബാക്കി നിർത്തിയിട്ടുള്ളൂ. പിന്നെ പൊതുവാള് വലിയൊരു ഇടിവാളായിട്ട് മാറിയിട്ടുണ്ട്. അയാൾ അത്രയ്ക്കാണ് ഷൈൻ ചെയ്യാൻ വിടണ്ട. സുധാകരൻ ഇവിടെ ഇരുന്നാ മതി. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ബന്ധമൊക്കെ നമ്മൾക്കല്ലേ അറിയുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത MLA കൂടെ ഒരുത്തം വെറുതെ എങ്ങനെ ചുറ്റിത്തിരിയണത് നാട്ടുകാർക്ക് അത്ര ഇഷ്ടണ്ടാവില്ല. അവൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ളതാ. എവിടെയായിരുന്നു മോളെ ഇതുവരെ? ഞങ്ങൾ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? സോറി ഡാഡി, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി. കുറെ നോട്ട്സ് എടുക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോ ഈ നേരമായി. തന്നോട് പറഞ്ഞിരുന്നല്ലേ 7 മണിക്ക് പുറത്തു പോകാനുണ്ടെന്ന്. വൈകിയപ്പോ മോളെ ഒന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ? അയാളെ വഴക്ക് പറയേണ്ട മമ്മി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് ഈ വർഗത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലോ. പറഞ്ഞു ഇനിയും വൈകിക്കണ്ട, നീ കേറ്. ഹലോ, വെൽക്കം വെൽക്കം. ഇത്രയും താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി വരില്ല എന്ന്. ഇപ്പൊ വീട്ടിലേക്ക് ഫോൺ ചെയ്തേ ഉള്ളൂ. കമാൺ കമാൺ. ഡ്രൈവർ, ആ ബ്രീഫ് കേസ് എടുത്തോ, കാറിന്റെ കീയും. താൻ വയ്ക്കോ, ഞങ്ങൾ വരാൻ വൈകും. ശരി സാർ. പിന്നെ കാലത്ത് 7 മണിക്ക് എത്തണം. ഓ, പുതിയ ഡ്രൈവറാണോ? അതെ. അപ്പൊ ദാമോദരൻ എന്ത് പറ്റി? പറഞ്ഞു വിട്ടു. നമ്മുടെ കുടുംബകാര്യങ്ങൾ അയാൾ അയൽവക്കത്തി എന്ന് പറയും. വിശ്വസിക്കാൻ കൊള്ളൂല. ഇയാളെങ്ങനെ? പാവാണ്, അനാവശ്യമായ സംസാരങ്ങളൊന്നുമില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ഡെയ്സി എവിടെയുണ്ടോ അവിടെ ഭാഗ്യമുണ്ട്. ഈ സീസണിൽ ഇത്രയും വലിയ ടാർജറ്റിനെ എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പോലെ വേറെ ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടായോ? ഓ, അത് നമ്പ്യാർ സാറിന്റെ ദയ കൊണ്ടല്ലേ? നോ, ഡെയ്സിക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ദയവ് തോന്നിയത്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഫാക്ടറിലോട്ടൊന്ന് കേറിയിട്ട്. താൻ പോയില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കുന്നതിലും ഭേദം തെണ്ടുന്നതാ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അടിച്ചാ പോരാ, കത്തിയെടുത്ത് കുത്തണം, കുത്തി കൊല്ലണം, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങണം. ഒരു ജീവപര്യന്തം എന്തായാലും കിട്ടും. നീ ജയിലിൽ പോയാൽ എനിക്ക് പുറത്ത് മനസമാധാനമായിട്ട് കഴിയാം. അല്ലാതെ നിന്റെ കയ്യിൽ നിന്ന് ഒരു മോചനം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാപി ചെല്ലുന്നതൊക്കെ പാതാളമാണ്. അത് പാപിയുടെ സ്വഭാവത്തിന്റെ കുഴപ്പമാണ്. നാട്ടിലുള്ള ആൾക്കാരുടെ മുഴുവൻ സദാചാരം നോക്കാൻ നീ ആരാടാ? സന്മാർഗാനന്ദ സ്വാമികളോ? ഞാൻ വർമ്മ സാറിന് അസുഖമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല. മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പൊ തീരെ വരക്കാൻ പറ്റാതായല്ലേ? അത് മാത്രം അച്ഛന് വിഷമം. മോളെവിടേക്കാ കൂടെയൊക്കെ ആയിട്ട്? കടയിൽ വിൽക്കാൻ കൊണ്ടുപോവാ. ഒരെണ്ണം എനിക്ക് വെറുതെ തരുമോ? വെറുതെ തരൂല, കാശ് എന്നാ തരാം. ഭയങ്കര വായാടിയാ. വരട്ടെ. രാമേന്ദ്രൻ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരായിട്ടുള്ള സംസാരം നിർത്തി. ഞാനൊന്ന് പറയുന്നത് കേൾക്കാം, എന്നിട്ട് നീ എന്നിട്ട്
വൈകി അറിഞ്ഞത്. കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. ഉദയന്റെ അച്ഛൻ ആ അച്ഛാ, വേണ്ട, ഇരുന്നോളൂ. അച്ഛന് മനസ്സിലായോ? രാവിലെ ഈ പണിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാ എന്റെ മോള്. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? വാർഡിലേക്ക് മാറ്റി. വിവരമൊന്നും അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോ അറിയുമ്പോ അവിടെ ആരുണ്ട് കൂട്ടിന്? ഞാൻ ഇറങ്ങേ. ഉദയം വേണം എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്താൻ.